ഇതെവിടെ പോയി? അരവിന്ദ്, എന്താ അരവിന്ദ് രാവിലെ തന്നെ മുറ്റത്തിറങ്ങി നിൽക്കുന്ന? അതെ, ടെൻഷൻ ഉണ്ടല്ലോ, മുഖമൊക്കെ വിളറിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ? എന്റെ ബ്രോ അവിടെ ഔട്ട് ഹൗസിൽ കിടന്ന് ഇരുട്ട് തപ്പുന്നു. അപ്പൊ ഞാനിവിടെ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നുണ്ടോ? കല്യാണി ഇഷ്ടപ്പെട്ടതൊഴിച്ച സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി ജീവിച്ച ആളല്ലേ എന്റെ ബ്രോ. കുടുംബത്തിന്റെ കാര്യം നോക്കി അച്ഛനും അമ്മയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്നെ ജീവന തുല്യം സ്നേഹിച്ചു. എന്നിട്ടും എന്തു വലിയൊരു ശിക്ഷ എന്റെ ബ്രോയുടെ മേലും ഒന്ന് പതിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദന. വിഷമിക്കാതെ അരവിന്ദ്, ആനന്ദിന്റെ ഈ അവസ്ഥയൊക്കെ മാറുമെന്ന് വിശ്വസിക്കേ. ഇല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും ഒരു ഹീറോ ആയിരുന്നു എന്റെ ബ്രോ. എനിക്കെന്റെ ഐഡിയൽ മാൻ. എല്ലാവരും അവരവരുടെ അച്ഛനും അമ്മയും അനുകരിച്ച വളരുന്നത്. പക്ഷെ ഞാൻ അനുകരിച്ചത് എന്റെ ബ്രോയെ. ചെറുപ്പക്കാരെ ചെയ്യുന്ന ഒരു തെറ്റ് പോലും എന്റെ ബ്രോ ചെയ്തിട്ടില്ല. അമ്മയുടെ കണ്ണിൽ മാത്രം തെറ്റായി തോന്നിയൊരു കാര്യം കല്യാണിയോടുള്ള ഇഷ്ടമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ അതുപോലും ചെയ്യില്ലായിരുന്നു എന്റെ ബ്രോ. അതെനിക്ക് ഉറപ്പാ. അന്ധമായി അമ്മയെ വിശ്വസിച്ചതുകൊണ്ടാ എന്റെ ബ്രോയ്ക്ക് അങ്ങനെയൊക്കെ പറ്റി. കല്യാണിക്ക് അമ്മ നൽകിയ പരിഗണന, ബ്രോയോടുള്ള അമ്മയുടെ അതിരി കടന്നിട്ടുള്ള സ്നേഹം, അപ്പൊ ഈ കല്യാണത്തിന് അമ്മ അനുമതി നൽകുമെന്ന് പാവം ബ്രോ വിശ്വസിച്ചു പോയി. പക്ഷെ അമ്മയുടെ സിരകളിലോടുന്നത് പഴയ മാടമ്പിമാരുടെ രക്തമാണെന്ന് എന്റെ ബ്രോ അറിഞ്ഞിരുന്നില്ല. ബ്രോ മാത്രമല്ല, ഞാനോ അച്ഛനോ എന്തിന് നീ പോലും അറിഞ്ഞില്ലെന്നല്ലേ സത്യം. അരവിന്ദ്, ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു ദിവസം 1000 പ്രാവശ്യം പറയുമല്ലോ ബ്രോ ബ്രോ എന്ന്. ആ ബ്രോയ്ക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന ആപത്ത് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതാ. ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. മെഡിക്കൽ സയൻസിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി പരസ്പരം പഴി പറയാതെ ആനന്ദിന് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള വഴി നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ചിന്തിക്കേ പ്ലീസ്. അതെ, ആദ്യം വന്നൊന്ന് കുളിക്ക്. അതിനുശേഷം ആനന്ദിന് വേണ്ടി എന്ത് ചെയ്യാന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. വിഷമിച്ചിരിക്കാനാണെങ്കിൽ എല്ലാവർക്കും അതിനെ നേരം കാണും. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഓക്കെ, വാ വാ. വല്യുഞ്ഞേ, ദാ ചായ. ചായ തണുത്തില്ലല്ലോ അല്ലേ വല്യുഞ്ഞേ? വല്യുഞ്ഞേ, ഞാൻ ഓർത്തില്ല. അയ്യോ ദൈവമേ. എന്താ കല്യാണി ഇത്? ഉറങ്ങുന്നതും ഉണരുന്നതും പകലാണോ രാത്രിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ചായയോടൊപ്പം പത്രം കിട്ടിയപ്പോഴാ പുലർച്ചെയാണെന്ന് മനസ്സിലായത്. നീ ഒന്ന് വായിച്ചേ ഈ പത്രത്തിലെ വാർത്ത. എന്നോട് ക്ഷമിക്കേ, ഞാൻ മനഃപൂർവ്വമല്ല. അതൊക്കെ ശീലത്തിന്റെ ഭാഗമല്ലേടോ. താനിതൊന്ന് ഉറച്ചു വായിക്കേ. ഓ, അത് ഞാൻ മറന്നു. പത്രം ഇംഗ്ലീഷാണല്ലോ അല്ലേ? നാളെ മുതല് മലയാളം പത്രം വാങ്ങിയാൽ മതി.
അതാവുമ്പോ തനിക്കെന്നെ വായിച്ച് കേൾപ്പിക്കാമല്ലോ. വല്യുഞ്ഞെ വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ. എന്നാരാ പറഞ്ഞത്? എന്റെ കണ്ണുകൾ ഇനി നിന്റെ കണ്ണുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിലൂടെ ഞാൻ എല്ലാം കാണും, എല്ലാം അറിയും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങരുത്. അത് ഈ ആനന്ദിന്റെ ജീവിതം കൂരിരുട്ടിലാക്കും. ആനന്ദിന്റെ ജീവിതത്തിലെ സൂര്യനെ അസ്തമിച്ചിട്ടുള്ളൂ. പൂർണ്ണചന്ദ്രൻ ഇപ്പോഴും ഉദിച്ചാ നിൽപ്പ്. സൂര്യൻ അസ്തമിക്കുന്നത് താൽക്കാലികമല്ലേ കുഞ്ഞെ? നാളെ കിഴക്കേ മാനത്ത് എന്റെ സൂര്യൻ ഉദിച്ചുയരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ കല്യാണിയുടെ പിന്നീടുള്ള നാളുകൾ അവിടെ തീർന്നു പോകുമല്ലോ ഞാൻ. എന്തോ നടി ഇത്? മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ആന്റി, ഇത് ഫേസ് ക്രീമാ. ഇതിട്ടാ മുഖമൊക്കെ ചുമന്നു തുടുക്കും. ഓടി എവിടുന്ന്? ഈശ്വര, മനുഷ്യന്റെ പകുതി ജീവൻ അങ്ങ് പോയി. അവളുടെ ഒരു ഫേസ് ക്രീം പേടിച്ചെന്റെ ശ്വാസം തന്നെ നിന്ന് പോയി. ആന്റി, ഈ ഫേസ് ക്രീം 5 ദിവസം ആന്റി ഇട്ടാ ആന്റി പഴുത്ത തക്കാളിയെ പോലെ ചുമന്നു തുടുക്കും. ഇട്ടു തരട്ടെ കുറച്ചൽപ്പം? വേണ്ടേ? സഹദേവൻ അങ്കിൾ വരുമ്പോഴേ ആളങ്ങ് മാറിപ്പോവും. ഒരു കരിവാളിച്ച മുഖവും പ്രതീക്ഷിച്ച് സഹദേവൻ അങ്കിള് ദുബായിന്ന് വരുമ്പോ ദേ കൺമുമ്പിൽ ഐശ്വര്യ റായെ പോലെ ഒരാള് നിൽക്കുന്നു. എനിക്ക് ഐശ്വര്യ റോയൊന്നും ആവണ്ട. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആയാ മതി. ആ, അഖിലാണ്ടിക്ക് നല്ല കളറില്ലേ? അല്ല, അങ്ങനെ ആകണമെങ്കിലും ഇത് മുഖത്ത് പുരട്ടിയാ മതി. ഇത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കണം. പശ തേക്കുന്ന പോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മുഖം വിണ്ട് കീറിയ നിലം പോലെ ഇരിക്കണം. ദേ ഇങ്ങനെ. ആന്റി, അത് മാത്രമല്ല, നോക്കിയേ, കണ്ടോ? ഇതെന്താ? ഇത് കേശധാരാളിത്ത എണ്ണ. മുടി പനങ്കുല പോലെ വളരാനാ. നീലാംബരി, കയ്യൂന്യം, കറ്റാർവാഴ, ജടാമഞ്ചി, ആര്യവേപ്പില, ആടലോടകം, ബ്രഹ്മി, നിലപ്പന, ചെമ്പരത്തി, മുക്കൂറ്റി, തിരുതാളി, തൊട്ടാവാടി, കൃഷ്ണതുളസി തുടങ്ങിയ 16 കൂട്ടം പച്ചമരുന്നിട്ട് വാറ്റിയ അല്ല കുറുക്കിയ കേശാലങ്കാര എണ്ണ. ഇതൊരു തുള്ളി തലയെ പെരട്ടിയാ മതി. മുടി വളർന്നങ്ങ് പന്തലിച്ച് കാലിന്റെ ഉപ്പൂറ്റി വരെ പടർന്നങ്ങ് കിടക്കും. ആ, നാട്ടിലെ കേശവ വൈദ്യം ഉണ്ടാക്കി തന്നതാ. അപ്പോ നീ തൃച്ചംബരത്ത് വന്ന് താമസിക്കുന്നത് നിന്റെ സൗന്ദര്യം കൂട്ടാനാ അല്ലേടി? ആന്റി, യഥാർത്ഥത്തില് ദൈവം എനിക്ക് സൗന്ദര്യം വാരിക്കോരി തന്നിരിക്കുന്നോണ്ട് ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. പിന്നെ ഒരു ടൈം പാസിന് ഞാൻ തേക്കുന്നതേ ഉള്ളൂ. അയ്യോ, ആന്റിയെ പോലെ സൗന്ദര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാ ഇത്തരത്തിലുള്ള ക്രീമും കുഴമ്പും ഒക്കെ. അയ്യോ അയ്യോ, ആ സൗന്ദര്യം തുളുമ്പുന്ന മുഖമൊന്നും ഞാൻ കണ്ടോട്ടെ. കൊള്ളാവോ? ഭയങ്കരം. അതെ, നീ ഇതൊന്നും ചെന്ന് നിന്റെ അമ്മയെ കാണിക്കല്ലേ. അതെന്താ? പാവം, ഇപ്പൊ അവരുടെ കാലല്ലേ ഒടിഞ്ഞോളൂ. ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാലേ അവർക്ക് നിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരൂടി. അവളുടെ ഒരു സൗന്ദര്യം. മാറി നിക്കടി, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്ക.
അവളുടെ ഒരു കേശവധാരാളിത്ത എണ്ണം അങ്ങോട്ട് ചാടി. എന്റെ എണ്ണ ദേ, ഇത് വലിച്ചെറിയണ്ടെന്നുണ്ടെങ്കിലേ മര്യാദക്ക് പോയി മുഖം കഴുകിട്ട് വാ. ഇതാ പോടി. ചേച്ചി വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തോടെ തീരെ നിന്റെ ഇവിടുത്തെ പൊറുതി. ഇതൊക്കെ പിറകെ കൊണ്ട് പോടി. പോകാൻ പോ. ആന്റിക്ക് അസൂയ പോടി. മിണ്ടണ്ട. അസൂയ പോലും. അയ്യോ. പതിയെ ഇവിടെ ഇരിക്കും വലിയ. നമുക്ക് മുറ്റത്തിരിക്കാൻ കല്യാണി. ആ ആ പതിയെ. വലിയ ഇവിടെ നിൽക്ക്, ഞാൻ കസേര എടുത്തിട്ട് വരാം. വലിയ ദാ ഇവിടെ ഇരിക്കേ. ഞാനൊരു പുതിനാറ്റി കൂടി എടുത്തിട്ട് വരട്ടെ. ശരി. ആഹാ, സച്ചിൻ ടെണ്ടുൽക്കറേ ബാറ്റിന്റെ പണി പകുതിയാക്കിട്ട് എവിടെ പോയോ ആവോ? അനിയൻകുട്ടാ, ഇവിടെ ഉണ്ടെങ്കിലല്ലേ വിളി കേൾക്കൂ. അഖില, നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നോ? എനിക്ക് തോന്നി. ഏകാന്തതയാണ് കുറെ കൂടി നല്ലതെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അഭിപ്രായ തർക്കങ്ങൾ ഉണ്ടാവില്ലല്ലോ, മനസ്സിനും സമാധാനം. അനാവശ്യമായ കാര്യങ്ങൾക്ക് അന്യോന്യം തർക്കങ്ങളുണ്ടാക്കി ആയുസ് വെറുതെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. അഖിലയ്ക്ക് തർക്കങ്ങളില്ല, നിലപാടുകളേ ഉള്ളൂ. അതുറച്ചതുമാണ്. രാവും പകലും മകനെക്കുറിച്ച് മാത്രം ചിന്തിച്ചടക്കുന്ന അഖിലയ്ക്ക് ഒരു ഏകാന്തതയും ശാന്തിയോ സമാധാനമോ നൽകാൻ പോകുന്നില്ല. നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഹലോ, നിസ്സഹായനായിരിക്കുന്ന ആ പാവത്തിനോടാണോ നിന്റെ ബിസിനസ് മത്സരം? ബിസിനസ്സിൽ മുഖം നോട്ടമില്ല. എതിരാളികൾ ആരാണെങ്കിലും നിലനിൽപ്പ് നോക്കണം. മനസാക്ഷിയില്ലാതെ കച്ചവടം നടത്തിയവരുടെ കടക്കമ്പോളങ്ങൾ കാലം പൂട്ടിച്ച ചരിത്രമുണ്ട്. വെട്ടിപ്പിടിക്കുന്നത് വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അത് ദൈവത്തിന്റെ ഖജനാവിൽ പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും. അത്യാവശ്യം നേരും നിറയുണ്ടെങ്കിൽ വൈകാരികത ബിസിനസ്സിൽ അനിവാര്യമല്ല. Never, I can't believe it. ആന്റി ഇതെങ്ങോട്ടാ? ആന്റിയെ ഞാൻ ആന്റി, അങ്കിള്, ആന്റി ഇതെങ്ങോട്ടാ പോകുന്നേ? അഖില ആനന്ദിനെ കാണാൻ ഔട്ട് ഹൗസിലേക്കാ പോകുന്നത്. മോളും കൂടെ ചെല്ലേ. ഞാൻ അരവിന്ദിനെ വിളിക്കാം. അരവിന്ദ്, അരവിന്ദ്. ആ, എന്താ?
അമ്മേ എന്താ അമ്മ ഇത് കയ്യിൽ ചോര വരുന്ന കണ്ടില്ലേ? അമ്മേ ഈശ്വര, കൈ കീറി പോയല്ലോ. അമ്മേ കാണിച്ചേ അമ്മേ മോനെ, ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക്. അമ്മേ അമ്മേ ഇത് ബ്ലഡ് ആണല്ലോ അമ്മേ. അമ്മേ എന്താ ഇത്? അമ്മയുടെ കൈ മുറിഞ്ഞിരിക്കുക. അമ്മ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാണെന്നോ? നീ വെട്ടുകത്തിയിൽ ചവിട്ടി കാല് മുറിയാതിരിക്കാൻ അമ്മ കൈയെടുത്ത് വെച്ചതാ. ആ, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയവർക്കൊന്നും പെറ്റമ്മയുടെ വേദന അറിയില്ലല്ലോ. അരവിന്ദ്, അമ്മയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ബ്രോ, എടോ, അമ്മയുടെ കൈയിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണുന്നില്ലേ? നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ അമ്മേ. ബ്രോ ഇപ്പൊ കൊണ്ടുപോവാം. ബ്രോ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ കൊണ്ടുപോവാം. സൂക്ഷിച്ച്. ബ്രോ ഇവിടെ ഇരിക്കും. അയ്യോ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിന്റെ ആവശ്യമില്ല. അരവിന്ദ്, നീ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. കൊണ്ടുപോയേ പറ്റൂ. ശരി ബ്രോ, കൊണ്ടുപോവാം. കല്യാണി, നടക്കുമ്പോഴൊക്കെ ആനന്ദിനെ സൂക്ഷിക്കണം. കല്യാണി, ശ്രദ്ധിക്കണം. നന്ദനം, വാ. ആനന്ദേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? സമയത്ത് ചേച്ചി വന്നത് നന്നായി. അല്ലെങ്കിൽ കല്യാണി, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ നിനക്ക് ഞാൻ ആ വിവാഹ സമ്മാനം തന്നത്. അപ്പൊ നിനക്കത് വേണ്ട. ഇപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, കണ്ണില്ലാത്ത പാവ ആനന്ദിന് ആ ഊന്നുവടിയെങ്കിലും ഒരു സഹായം ആയേനെ. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ അത് ചോദിച്ചാ ഞാൻ എടുത്ത് തരാം. പക്ഷേ നീ ചോദിക്കണം. എന്റെ കാല് പിടിച്ചു ചോദിക്കണം. ഇളയമ്മ പോവാൻ നോക്ക്. ആ ഊന്നുവടി നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ. വയസ്സാവുന്നതൊരു ആയുസ് നീട്ടി കിട്ടുകയാണെങ്കിൽ ഉപകാരപ്പെടും. വലിയ